ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹെൽത്തി ദോശയാണ് ട്ടോ കാണിക്കുന്നത്. മുരിങ്ങയിലയും അതേപോലെ തന്നെ കറിവേപ്പിലയും വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി ദോശയാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു മുട്ടൻ്റെ വൈറ്റ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മളെ ചിക്കൻ കറീനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള നല്ലൊരു ടേസ്റ്റി കറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2½ കപ്പ് അരി ഞാനിവിടെ പൊതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ നേരം ഞാൻ പൊതിർത്തി കഴുകി കൊണ്ടുവന്ന അരിയാണിത്. ഇത്രയും നന്നായിട്ട് പൊതിരണം കേട്ടോ. നന്നായിട്ട് പൊതിർന്നാൽ മാത്രമാണ് ദോശ നന്നായിട്ട് വരുള്ളൂ. ഇനി ഇതിനൊന്നും കൂടെ ഒന്ന് കഴുകുക. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അരയ്ക്കുന്ന മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. 2 ബാച്ചായിട്ടാണ് ഞാൻ അരക്കുന്നത്. അപ്പോൾ അത് പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പകുതി അവിടെ വെച്ച്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് വേവിച്ച ചോറാണ് ട്ടോ. നമ്മൾ സാധാരണ കുറുവ അല്ലെങ്കിൽ പൊന്നിയരിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ചോറ്. അത് 1/2 കപ്പാണ് എടുത്തത്. ബാക്കി അവിടെ വെക്കുക. ബാക്കി അടുത്ത പകുതിയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഞാനിവിടെ എടുത്ത ഡെസിക്കേറ്റഡ് കോക്കനട്ട്. കോക്കനട്ട് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ തേങ്ങയാണ്. അപ്പോൾ ഫ്രഷ് തേങ്ങയാണ് എടുക്കണമെങ്കിൽ ഒരു 1/4 കപ്പ് വേണ്ടി വരും കേട്ടോ. ഇതൊരു 1/4 കപ്പാണ് എടുത്തത്. ഇനിയിപ്പോൾ അത് ഇവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ മുരിങ്ങയിലൻ്റെ പൗഡറാണിത്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് നാട്ടിൽ ട്ടോ. മുരിങ്ങൻ്റെ ഇല കഴുകി ഉണക്കിയിട്ട് മിക്സിയിൽ പൊടിച്ച് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കളർ കുറവായിരിക്കും. ഇതിപ്പോൾ കാണുന്നില്ല. ഇത് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ട്ടോ. ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. ഡ്രം സ്റ്റിക്ക് ലീഫ് പൗഡർ എന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ മുരിങ്ങ പൗഡർ എന്ന് അടിച്ചാൽ തന്നെ കിട്ടും ട്ടോ. അതിപ്പോൾ ഞാൻ 1/8 എന്നുള്ള ഒരു ചെറിയ കപ്പാണ്. 2 ടേബിൾ സ്പൂൺ ആണ് ഇത് ഉണ്ടാവുക കേട്ടോ. 2 ടേബിൾ സ്പൂണോ ഉണ്ടാവും. അത്രയാണ് ചേർത്ത് കൊടുത്തത്. കൂടുതലായി പോകാൻ പാടില്ല, കാരണം ഇതിൻ്റെ കലോറി വളരെ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അത് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ വെച്ച് ഇനിയിപ്പോൾ ഒരു കൈപ്പിടി ഫുള്ള് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി വേണം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണും വേണ്ട കേട്ടോ, നിങ്ങൾ കണ്ടുണ്ടാവില്ല, ഒരു നുള്ള് മതി. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു അതേ ലെവലിൽ വരുന്ന രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ച് കൊണ്ടുവരണം കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ്, നല്ല മഷി പോലെ അരഞ്ഞ് വരണം കേട്ടോ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള അരിയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടെ അരച്ച് കൊണ്ടുവരിക. ഇപ്പോൾ അത് രണ്ടാമത്തെ ബാച്ച് ഞാൻ അരച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ മുന്നേ ഞാനിതാ മിക്സി ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയമല്ലേ, ആ ഒരു സമയം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ ഉണ്ടാവും. നമ്മൾ എത്രയാണോ ആ കറി ഉണ്ടാക്കാൻ എടുക്കുന്നത് അത്രയും സമയം മതി. അതവിടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു അടിപൊളി എഗ് കുറുമയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ഇനിയിപ്പോൾ വേണ്ടിയ ചെറിയ സൈസുള്ള ഉള്ളിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ചെറിയൊരു ചെറിയുള്ളീൻ്റെ വലുപ്പത്തിലൊക്കെ ഉള്ള സൈസാണ്. അപ്പോൾ അറ്റാ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ ലാർജ് ഉള്ളിയാണെങ്കിൽ ഒറ്റ ഒന്ന് മതി കേട്ടോ. അപ്പോൾ ഞാനൊരു റഫായിട്ടാണ് അരിഞ്ഞത്. നേരിയതാക്കി അരിയൊന്നും വേണ്ട, കാരണം അത് അരക്കാനുള്ളതാണ്. റഫായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് അതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് ഒരു 5 പച്ചമുളകും ചേർത്ത് കൊടുത്തു കേട്ടോ. എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇത് തീരെ എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു കൈ നിറച്ച് അണ്ടിപ്പരിപ്പ്, എണ്ണ എടുക്കുകയാണെങ്കിൽ ഒരു 15 എണ്ണം എടുത്താൽ മതി. അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണാണ് ഇടുന്നത് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ച് മതി. ഇനി അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എല്ലാം ചൂടായിട്ടുണ്ട്. ഇത്രയും മതിയിട്ട്, ഒരുപാട് ഇട്ട് വയറ്റൊന്നും വേണ്ട. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് അരക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാനത് ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. വെള്ളത്തിന് അങ്ങനെ അളവ് പറയുന്നില്ല. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരണം. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ക്രീം വേണം കേട്ടോ. അത് ഫ്രഷ് ക്രീമാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ തിക്ക് ക്രീമാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. ഒന്നെങ്കിൽ ഫ്രഷ് ക്രീം അല്ല തിക്ക് ക്രീം കേട്ടോ. തിക്ക് ക്രീം ആകുമ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 2 ടേബിൾ സ്പൂണാണ് ഈ തിക്ക് ക്രീം ആയതുകൊണ്ട് എടുത്തത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ആ സെയിം പാത്രം തന്നെയാണ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ് അത് 3 ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പൊട്ടിക്കോട്ടെ. അത് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇല്ലേ, ഉള്ളിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ കൂടിയിട്ടുള്ള അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ അത് കംപ്ലീറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ മിക്സി ഒന്ന് നന്നായിട്ട് വടിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി, കാരണം ഇത് ഓൾറെഡി എല്ലാം നമ്മൾ കുക്ക് ചെയ്തതാണ്, വാട്ടിയെടുത്തതാണ്. അപ്പോൾ ഇതിനങ്ങനെ ഒരു പച്ചമണം ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി കേട്ടോ.
നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അതിൻ്റെ ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്ന പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂണാണ് വേണ്ടത്. പിന്നെ വേണ്ടത് കസൂരി മെത്തിയാണ് 1 ടീസ്പൂൺ കേട്ടോ. അതൊന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയും പൊടികളുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ചേർക്കണില്ല. കാരണം ആ പച്ചമുളക് ഉണ്ടല്ലോ, എനിക്ക് ആ എരിവ് തന്നെ മതി. അപ്പം ഞാൻ എക്സ്ട്രാ ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതെല്ലാം കൂടെ മിക്സാക്കി നന്നായിട്ട് തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ആ മിക്സിയിൽ വെച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം കറി ഇത്തിരി ലൂസാവണമല്ലോ. ഇതിപ്പം ഭയങ്കര കട്ടിയിലാണുള്ളത്. നമ്മളെത്ര വെള്ളം ഒഴിച്ച് പിന്നെയും തിളപ്പിച്ചാലും ഒന്ന് കട്ടിയായി വരും. ഇതിന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വേവിക്കുക. ഇപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ സിമ്മിലിട്ടതാണ് ഞാനിത്. തുറക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം തീ ഓഫ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം തുറന്നാൽ മതി. ഭയങ്കരമായിട്ട് തെറിക്കും. അപ്പോൾ അത് നമ്മളെ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിൽ സിൽക്ക് ആൻഡ് സ്മൂത്തി എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിന് കേട്ടോ. ഭയങ്കര ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളൊരു കറിയാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ക്രീം ഒഴിച്ച് കൊടുക്കുക. ആ ക്രീമും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ ആ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി വെച്ചതാണ്. ഇനിയിപ്പോൾ ആ ഒരു ക്രീമും കൂടെ കൂട്ടിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട, അത് എത്ര മുട്ടാണോ നിങ്ങൾക്ക് വേണ്ടി അത്രയും മുട്ട ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 മുട്ട എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുത്തോണം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുത്തോണ്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എൻ്റെ കയ്യിലുള്ള തീരെ എരിവില്ലാത്തതാണ്. ഇനി അത് 2 മിനിറ്റ് തിളക്കട്ടെ. ഇപ്പോൾ അത് 2 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കറിയാണ്, സൂപ്പർ കറിയാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കുക. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ബാക്കിൽ നിൽക്കും. അത്രയും നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നമുക്ക് ദോശൻ്റെ ഇതിലേക്ക് നീങ്ങാം കേട്ടോ. ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണം. ഇനിയിപ്പോൾ നമുക്ക് ദോശയിലേക്ക് നീങ്ങാം. അപ്പോൾ ഞാനവിടെ കല്ല് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ ദോശൻ്റെ മാവ് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പൊങ്ങി മേലോട്ടേക്ക് വരുമൊന്നുമില്ല. കാരണം ചെറിയൊരളവിൽ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ളൂ. എന്നാലും നല്ല ദോശൻ്റെ പാകത്തിൽ നല്ല കറക്റ്റ് പാകത്തിലായിട്ട് വരും. ഇതിപ്പോൾ കണ്ടില്ല, നല്ല ആ ഒരു ദോശമാവിൻ്റെ അതേ ടെക്സ്ചറിൽ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ദോശ ചൂടാനുള്ള കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതൊന്ന് തുടച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതാ ചെറിയ ചെറിയ കുട്ടി കുട്ടി ദോശയാണ് ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ തട്ട് ദോശൻ്റെയൊക്കെ ആ ഒരു വലുപ്പത്തിൽ 4 എണ്ണമായിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഇതിലിപ്പോൾ 4 എണ്ണം ഒന്നിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതാണ് എളുപ്പം, വേഗം വേഗം ഉണ്ടാക്കാൻ എളുപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ തട്ട് ദോശ ആയിട്ട് ഉണ്ടാക്കലാണ്. അല്ലാണ്ട് നമുക്കിതൊരു മസാല ദോശ പോലെ അല്ലെ ക്രിസ്പി ദോശയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ 2 രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതാ ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഫുള്ളായിട്ടൊന്ന് ബബിൾസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം അതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടത്. നമുക്ക് വിരലുകൊണ്ട് മുറിക്കാൻ പറ്റുകയെന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല സോഫ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലുണ്ടാവുക. പിന്നെ പറഞ്ഞാൽ മക്കൾക്കും എല്ലാം കൊടുക്കാൻ നല്ല ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു ദോശയാണിത്. മുരിങ്ങൻ്റെ ആ ഒരു ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടിയില്ലല്ലോ. അത്രയും അടിപൊളി സാധനമാണ് മുരിങ്ങ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില ഉള്ളതുകൊണ്ട് നല്ലതാണ്. ആ മാവ് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്താൽ ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ പിന്നെ മക്കൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ ഇഞ്ചി ചേർക്കാണ്ടിരുന്നത്. അരക്കണ സമയത്ത് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളെ നല്ല അടിപൊളി സോഫ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും ഞാൻ വേവിച്ചെടുത്തു കേട്ടോ. അത് നമുക്ക് മാറ്റാം. കാസറോളിലേക്ക് ഇട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ഇതാ ഞാൻ അടുത്തും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം വേഗം മറിച്ചിടാം. അങ്ങനെ ആ ഒരു ബബിൾസ് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം മറിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ തവ ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ നന്നായിട്ട് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പരത്തുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ നെയ്യോ ഇഷ്ടമുള്ള ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഇതിങ്ങനെ അത്രയും നൈസായിട്ട് തേച്ച് കൊടുത്താൽ. പിന്നെ ഇത് പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ചുട്ട പോലല്ല, ഈ ഒരു തവ നമ്മൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നല്ല നല്ല ചൂടിന്ന് കുറഞ്ഞതിന് ശേഷമാണ് നമുക്കിത് ചുറ്റിച്ചു കൊടുക്കാൻ പറ്റുക. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രിസ്പി ദോശ ആയിണ് കേട്ടോ. ഇങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെയും ചുട്ടെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കറി ഒന്ന് വിളമ്പി കൊടുക്കാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും മാച്ച് ആവുന്ന ഒരു കറി തന്നെയാണ്. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കറി. ശരിക്കും നമ്മൾ ചിക്കൻ കറിയാണോ അത് കഴിക്കുന്നത് എന്നുള്ളത് വരെ ഒരു ഡൗട്ട് തോന്നിപ്പോകും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളക്കുറുമ കറിയാണിത് എഗ്ഗിൻ്റെ. അപ്പോൾ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. ഒരുപാട് മെനക്കെടുവും പണിയൊന്നുമില്ല, ഒരുപാട് വഴറ്റാനൊന്നുമില്ല. ഇനിയിപ്പോൾ അതാ ഞാൻ ദോശ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് വാല്യൂ കൂടുതലുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങൻ്റെ ഇലയൊക്കെ പച്ചക്ക് കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റുന്നതാണ്. അതുപോലെ ഇങ്ങനെ പൗഡറാക്കി ഉണ്ടാക്കി വെച്ചാൽ 1 വർഷം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ പോയ സമയത്ത് അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണിത്.
ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട, കുട്ടികൾക്ക് ഇങ്ങനെ ക്രിസ്പി ദോശയാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു രീതിയിലും ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഈ ക്രിസ്പി ദോശയായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ചട്നി വെച്ചിട്ടും അല്ലെങ്കിൽ ചമ്മന്തി വെച്ചിട്ടൊക്കെ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് കാണിച്ച 2 വിഭവം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി ഡിഷുമായിട്ട് അടുത്തതിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.